കനത്ത മഴയിൽ പട്ടാമ്പി ഓങ്ങല്ലൂരിൽ റോഡിൽ മണ്ണിടിച്ചിൽ. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിലാണ് പാലക്കാട് ഗുരുവായൂർ പാതയിൽ ഓങ്ങല്ലൂർ മഞ്ഞളുങ്ങലിൽ താൽക്കാലികമായി നിർമ്മിച്ച റോഡിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഇതോടെ ആദ്യം ഗതാഗതം നിയന്ത്രിക്കുകയും തുടർന്ന് പൂർണ്ണമായും ഗതാഗതം നിരോധിച്ച് റോഡ് പൊളിച്ചു നീക്കുകയുമായിരുന്നു. പാതയിൽ പാല നിർമ്മാണത്തിന്റെ ഭാഗമായി തോട്ടിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടയാൻ അധികൃതർ ബണ്ട് കെട്ടിയതാണ് പ്രശ്നത്തിന് കാരണം. ബണ്ട് കെട്ടിയതോടെ പാടത്ത് വലിയ തോതിൽ വെള്ളം കെട്ടിനിന്നു. ഇതോടെ പ്രദേശത്ത് 9 വീടുകളിൽ വെള്ളം കയറി. ആൾക്കാർക്ക് താൽക്കാലം അവിടെ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രോസ് ഇടണം. അവര് ഒരു ചെറിയ സാധനം 1.5 അടി വീതിയല്ലേ, ആ സാധനം ഇട്ട് കഴിഞ്ഞാല് അവിടുന്ന് വെള്ളം കയറി വന്നതാണ് ഈ സാധനം ബണ്ട് പൊട്ടിപ്പോവും. ഇവിടെ ആളുകൾ എപ്പോഴും ഉണ്ടാവില്ല. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കുട്ടികളും സ്ത്രീകളും ഈ വെള്ളത്തിൽ പോകും. ഈ വെള്ളം പാടം മൂടും. അപ്പൊ താൽക്കാലിക ഒരു തരികട കാണിക്കാണ്. ഇതിന് എഞ്ചിനീയറോ എയോ അതല്ലെങ്കിൽ MLA ആരും ഇതുവരെ വന്നിട്ടില്ല. ഇത് തീരുമാനം ഉണ്ടാക്കണ്ട. ഇത്രയും ജനങ്ങളെ കഷ്ടപ്പെട്ടിട്ടാണ്. സേവന ആശുപത്രിക്ക് പോകേണ്ടവര്, നിങ്ങളിലേക്ക് പോകേണ്ടവര്, പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടവരൊക്കെ വലിയ ദുരിതത്തിലെ യാത്രക്കാരോട് ചോദിക്കേ. രാവിലെ മുതൽ പ്രായമായ സ്ത്രീകളൊക്കെ നിൽക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ട് ഇറങ്ങി പോണ വഴി നോക്കുക. ഈ വഴിയിൽ കൂടെ സഞ്ചരിക്കണം. ശൌചാലയങ്ങളിലും കിണറുകളിലും വെള്ളം കെട്ടിനിന്നതോടെ ജനങ്ങൾ ദുരിതത്തിലായി. പല വീട്ടുകാരും കട്ടിലുകളും മറ്റ് സാധനങ്ങളും പുറത്തേക്ക് മാറ്റി. ജലനിരപ്പ് കൂടാൻ തുടങ്ങിയതോടെ മഞ്ഞളുങ്ങലിൽ താൽക്കാലികമായി നിർമ്മിച്ച റോഡ് ഹിറ്റാച്ചി ഉപയോഗിച്ച് തകർത്ത് കെട്ടിനിന്ന വെള്ളം ഒഴുക്കിവിടാൻ തുടങ്ങി. ഇതോടെ പട്ടാമ്പി കുളപ്പള്ളി പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മുന്നറിയിപ്പില്ലാതെ പ്രവർത്തികൾ നടത്തിയതോടെ യാത്രയ്ക്കായി എത്തിയ നൂറുകണക്കിന് ആളുകൾ വഴിയിൽ കുടുങ്ങി. വെള്ളം ഒഴുകുന്ന തോടിന്റെ ഭിത്തിയിലൂടെയും പാടത്തെ വരമ്പിലൂടെയും ഒക്കെ സാഹസികമായി സഞ്ചരിച്ചാണ് ജനങ്ങൾ യാത്ര ചെയ്തത്. ആഴ്ചകൾക്ക് മുൻപും സമാന സംഭവം ഉണ്ടായപ്പോൾ റോഡ് ഗതാഗതം നിരോധിച്ചുകൊണ്ട് പ്രവർത്തികൾ നടത്തിയിരുന്നു. എന്നാൽ ഇത് കാര്യക്ഷമമാവാത്തതുകൊണ്ടാണ് വീണ്ടും പ്രതിസന്ധി ഉണ്ടായത്. ഇനി ഇതിലൂടെ എന്ന് ഗതാഗതം നടത്താൻ കഴിയും എന്ന് വ്യക്തമല്ല. ഈ ചാനൽ പട്ടാമ്പി. KSFE വളാഞ്ചേരി ബ്രാഞ്ചിൽ ഉടൻ ആരംഭിക്കുന്നു 100 മാസ ചിട്ടി. 25 ലക്ഷം രൂപയുടെ ചിട്ടി. വീട് പണിയാൻ, ബിസിനസിന് എല്ലാത്തിനും അനുയോജ്യം. വളാഞ്ചേരി ബ്രാഞ്ചുമായി ഉടൻ ബന്ധപ്പെടുക.